നമ്മളോടൊപ്പം ചേരുകയാണ്. ബി.ജെ.പിക്ക് ക്രെഡിറ്റ് വേണ്ട, ബാക്കിയുള്ളവർ നാടകം കളിക്കുന്നതൊക്കെയാണ് അനൂപ് ആന്റണി, ഷോൺ ജോർജ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതിന്റെ ക്രെഡിറ്റ് വേണ്ടെന്നാ? ജയിലിൽ അടച്ചതിന്റെയോ? ഏതിന്റെ ക്രെഡിറ്റ് വേണ്ടതാ? രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിന്റെ ആണോ? എന്ത് ക്രെഡിറ്റാ പറയുന്നത്? 9 ദിവസം ഒരു തെറ്റും ചെയ്യാത്ത 2 സഹോദരിമാരെ, അമ്മമാരെ ജയിലിലടച്ചതിന് എന്ത് ക്രെഡിറ്റ്? ഇവിടെ ക്രെഡിറ്റ് അല്ല ഇത്. ഞങ്ങള് അങ്ങനെ ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ റെഡിയാ. എന്താ, ഇവിടുത്തെ 2 സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, ഇനി ഉയർത്തും. ഇവിടെ റോജി എം ജോൺ MLA കഴിഞ്ഞ 9 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹം ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ശ്രീ കെ സി വേണു MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിൽ വളരെ ശക്തമായ പ്രവർത്തനം, രാഹുൽജിയും പ്രിയങ്കാജി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. കേരളത്തിലെ പ്രതിഷേധങ്ങൾ അതെല്ലാം വേണ്ടെന്നാണോ പറയുന്നത്? അതെല്ലാം വേണം. അതിന് ഞങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ റെഡിയാ. ഞങ്ങൾ ഇനിയും സമരം നടത്തും. ഇങ്ങനെ ആരെങ്കിലും അന്യായമായി തടങ്കലിൽ വെച്ചാൽ ഇനിയും സമരങ്ങൾ നടക്കും. ആ സമരങ്ങൾക്ക് ശക്തിയും മൂർച്ചയും കൂടും. ഇപ്പം ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഈ കേസ് ഇപ്പോഴും തുടരുകയാണ്. അവരുടെ പാസ്പോർട്ട് അടക്കം കെട്ടിവെക്കണം, അതുപോലെ തന്നെ 50,000 രൂപ കെട്ടിവെക്കണം. അപ്പോൾ ഇനി ഇത് റദ്ദാക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കണം. 100% ഈ കേസ് അന്യായമായിട്ടുള്ളതാണ്. ഇത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. അവിടെയാണ് ഗവൺമെന്റ് കൂടുതൽ പ്രൊആക്റ്റീവായി നിന്ന് അത് റദ്ദ് ചെയ്യണം. അടുത്ത തീരുമാനം റദ്ദ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കേണ്ടത്. അവിടെയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആർജവത്വം കാണിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബി.ജെ.പി നേതാക്കൾ ക്രിസ്മസിലും ഈസ്റ്ററിലും കേക്കുകളൊക്കെ ആയിട്ട് ആ ക്രൈസ്തവരുടെ വീടുകളിൽ വരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് സംസ്ഥാനത്തെ ക്രൈസ്തവർക്ക് എന്തെങ്കിലും സന്ദേശം ലഭിച്ചു? അല്ല, ഇനിയും 4 മാസം ഉണ്ടല്ലോ ക്രിസ്മസ് വരെ. അതുവരെ സമയം കാണും. അതുവരെ ഇങ്ങനെയുള്ള കലാപരിപാടികൾ തുടരുമായിരിക്കും. ക്രിസ്മസ് ആകുമ്പോൾ ആറ്റിറ്റ്യൂഡ് മാറുമായിരിക്കാം. എന്തായാലും ഇതിനകത്ത് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കുവാൻ. എന്താണ് മനുഷ്യാവകാശം? ഇവിടെ ആ സിസ്റ്റർമാർക്ക് യാത്രയുള്ള അവകാശം തടസ്സപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയ 2 കുട്ടികളെയാണ് ഇന്ന് ആക്രമിച്ചെന്ന്, ഈ ജ്യോതി ശർമ്മ ആക്രമിച്ചെന്ന് പറഞ്ഞ് അവർ പരാതി കൊടുത്തിരിക്കുന്നു. അപ്പൊ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ചോദിക്കുന്ന കാര്യം. ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിലൊരു നിയമവും മറ്റൊരു നയം കേരളത്തിലുമില്ല. ഞങ്ങൾക്ക് ഛത്തീസ്ഗഡ് കോൺഗ്രസ് കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇവിടെ സമരത്തിലാണ്. ഛത്തീസ്ഗഡ് സ്പോക്സ് പേഴ്സൺമാര് ചാനലിൽ പോയി ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി. അപ്പൊ ഛത്തീസ്ഗഡിലൊരു നയവും കേരളത്തിലൊരു നയമല്ല, എല്ലായിടത്തും ഒരേ നയമാണ്. പാർലമെന്റിലും നമ്മളത് കണ്ടു. എന്തായാലും ശക്തമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA അടക്കം. അരവിന്ദ്, ഇതിൽ കുറച്ചുകൂടി ഈ നിയമപരമായ പോരാട്ടം അതിന്റെ വഴിക്ക് നടക്കും. FIR റദ്ദാക്കേണ്ടത് ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട്. അതാണ് അതിന്റെ ശരിയായ രീതി. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു പോരാട്ടം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനു മുമ്പ് ഇത്തരത്തിലൊരു ഒരു നേരത്തെ ചാണ്ടിയുമ്മൻ പറഞ്ഞതുപോലെ ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫൈറ്റിലേക്കാണ് ഇനി സ്വാഭാവികമായിട്ടും കടക്കുക എന്നുള്ളതല്ല, കടന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പം ആ ക്രെഡിറ്റിൽ ഏത് തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പാർലമെന്റ് നടന്നതുകൊണ്ട് പാർലമെന്റിൽ എന്ത് സംഭവിച്ചു, ആര് സംസാരിച്ചു, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഇതിൽ എന്ത് നിലപാടെടുത്തു, എങ്ങനെ പ്രതികരിച്ചു എന്നത്. മറ്റൊന്ന്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള BJPയുടെ ആളുകൾ, കേരളത്തിലെ BJPയുടെ പ്രതികരണം, കേന്ദ്രത്തിലെ BJP എങ്ങനെ പ്രതികരിച്ചു, ഛത്തീസ്ഗഡിൽ എങ്ങനെ, ആ തരത്തിലുള്ള എന്ത് പോരാട്ടമാണ് ഇനി നടക്കാനിരിക്കുന്നത് വരും ദിവസങ്ങളിൽ. ധന്യ, എന്തായാലും ക്രെഡിറ്റിന് വേണ്ടിയുള്ള പോരാട്ടം ധന്യ പറഞ്ഞതുപോലെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത വന്നതിന് പിന്നാലെ അവകാശവാദങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ അതിന് 1 മണിക്കൂർ മുമ്പ് ഛത്തീസ്ഗഡ് BJP പങ്കുവച്ച, സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച വാർത്ത അത് അവർക്ക് വലിയ രീതിയിൽ അവരെ പ്രതിരോധത്തിലാക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. കന്യാസ്ത്രീകളുടെ കാല് കുട്ടിക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ചിത്രീകരിച്ചു. പക്ഷേ കന്യാസ്ത്രീകൾ, പെൺകുട്ടികളുടെ കഴുത്തിൽ കയർ മുറുക്കിയിരിക്കുന്ന ചിത്രവും കൂടിയായിരുന്നു അവർ പങ്കുവച്ചത്. അപ്പോൾ ഛത്തീസ്ഗഡ് BJPയുടെ നിലപാട് എന്ത് എന്നത് അതിൽ കൂടെ വ്യക്തമാണ്. അപ്പോൾ സംസ്ഥാനത്ത് BJP നേതാക്കൾ ഉയർത്തിയ വാദങ്ങൾ ഛത്തീസ്ഗഡ് BJP ഇതുവരെ അംഗീകരിച്ചില്ല. അപ്പോൾ കേസ് റദ്ദാക്കുന്ന അല്ലെങ്കിൽ കേസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്പസമയം മുമ്പ് ചാണ്ടിയുമ്മനോട് സംസാരിച്ചപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അവരും തയ്യാറാണ്. കാരണം ശക്തമായ പോരാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് തന്നെ ചാണ്ടിയുമ്മൻ പറയുന്നു. ആ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഈ വിഷയം ഉയർത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് UDF MPമാർ കണ്ടിരുന്നു. അതുപോലെ തന്നെ കന്യാസ്ത്രീമാരെ നിരന്തരം ജയിലിൽ എത്തിക്കണ്ടിരുന്നു. ഛത്തീസ്ഗഡ് BCCയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആ പ്രതിഷേധം ഇവിടെ ഉയർത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പോരാട്ടം ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ പോരാട്ടം അവർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിജയം ഈ കന്യാസ്ത്രീകളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 9 ദിവസം ഈ കന്യാസ്ത്രീകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പോരാട്ടത്തിന് ഉപരിയായി ഈ കന്യാസ്ത്രീകൾ ഈ ജയിലിനുള്ളിൽ നടത്തിയ പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 8 ദിവസം വലിയ ദുരിതത്തിൽ തന്നെയായിരുന്നു ഈ കന്യാസ്ത്രീകൾ ഈ ജയിലിൽ ഉണ്ടായിരുന്നു. 9ാം ദിവസം അവർക്ക് ജയിൽ മോചനം സാധ്യമാവുകയാണ്. അതായത് അവർ ദുർഗിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തുന്നു. തീർത്തും അപ്രതീക്ഷിതമായി ബജറംഗ് ദൾ പ്രവർത്തകർ എത്തുകയാണ്.
എന്നിട്ട് ഇത് ആരോപിക്കുകയാണ്, നിങ്ങൾ ഇത്തരത്തിൽ മനുഷ്യക്കടത്തിലെത്തിയവരാണ്, നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിലെത്തിയാണ്. അപ്പോൾ അവർക്ക് അറിഞ്ഞൂടാത്ത ഒരു സംസ്ഥാനത്ത് അവർ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ തങ്ങൾക്ക് മേൽ ചുരുത്തുന്നു. കോടതിയിലെത്തിയപ്പോൾ അവരുടെ റിമാൻഡ് ചെയ്യുന്നു. ഇതിന് പിന്നാലെ സെഷൻസ് കോടതിയിലെത്തിയപ്പോൾ ഇത് NIA കോടതിയിലേക്ക് പോകേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ദേശദ്രോഹ കുറ്റം അടക്കമുള്ള ഗുരുതരമായ തെറ്റായ ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾ കഴിഞ്ഞ 8 ദിവസം നടത്തിയ പോരാട്ടം? അത് നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ എല്ലാം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ കഴിഞ്ഞ 8 ദിവസവും ഈ കന്യാസ്ത്രീകൾ ഈ ചേരുകളിൽ നയിച്ച പോരാട്ടം അത് വളരെ വലുതാണ്. അത് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമെന്ന് കൂടി തന്നെ ഓരോ പ്രതിപക്ഷ പാർട്ടി എംപിമാരും വ്യക്തമാക്കുന്നു. നമുക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം തെറ്റായ ആരോപണങ്ങൾ, ഛത്തീസ്ഗഡ് പോലൊരു സംസ്ഥാനത്ത് അവിടെ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ കുറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം അത് അവരെ മാത്രമല്ല പൂർണ്ണമായും ആ ക്രൈസ്തവ സഭയെ അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായിരുന്നു. എന്തായാലും വലിയ വിജയം കന്യാസ്ത്രീകൾ നേടിയിരിക്കുന്നു. തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അവർക്ക് തെറ്റാണെന്ന് തെളിയിക്കുവാൻ കോടതിയിൽ സാധിച്ചിട്ടുണ്ട്. ആ തെളിയിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് അവർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചതും. ഇനി അവരുടെ പോരാട്ടം ഈ കേസ് റദ്ദാക്കി എടുക്കുവാനാണ്. ഈ കേസ് ഒഴിവാക്കണം. അതായത് ഇത്തരം ഒരു തെറ്റായ കേസ് അത് ഒരിക്കലും നിലനിർത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. എന്തായാലും ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട പോരാട്ടം തുടരുമെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ തനിക്കറിയാം. ആ പോരാട്ടം ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിലിന് പുറത്താരംഭിച്ചിട്ടുണ്ട്. FIR റദ്ദാക്കുന്നത് വരെ തുടരുമോ ആ പോരാട്ടം എന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഞാൻ വരാം